ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സർവസജ്ജരായ ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ മനസ്സിലാക്കിയ പാക് സൈനികർ വന്നപോലെ മടങ്ങിപ്പോയി എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. ഇക്കഴിഞ്ഞ രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ ആക്രമിക്കാനും മടിക്കില്ലെന്ന് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ ലക്ഷ്യമാക്കി എത്തിയത്. പഞ്ചാബ് അതിർത്തിയിൽ ചേർന്ന സ്ഥലത്താണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ എത്തിയത്. എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കുകയായിരുന്നു. പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിലേക്ക് ഉടൻ തന്നെ കുതിച്ചെത്തുകയും ചെയ്തു. ഇതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ 21 ഭീകര കേന്ദ്രങ്ങളാണ് ഉള്ളത് എന്നതാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ 9 കേന്ദ്രങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സംയുക്ത സൈന്യം തകർത്തത്. അവശേഷിക്കുന്ന ഭീകര ക്യാമ്പുകളിലും ഇന്ത്യ ആക്രമണം നടത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ 31 പേർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരിച്ച വിവരം. 41 പേർക്ക് പരിക്കേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയന്ത്രണ മേഖലയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാർ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. ശത്രു രാജ്യത്ത് കയറാതെ തന്നെ ശത്രുവിനെ നിഗ്രഹിക്കാൻ സാധിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് പാകിസ്ഥാൻ തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ ആയുധങ്ങളുടെയും കരുത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യക്ക് എത്രയോ പിന്നിലാണ് പാകിസ്ഥാന്റെ സ്ഥാനമെന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ഏതു വിധേന തിരിച്ചടിച്ചാലും ഇന്ത്യക്ക് പതറേണ്ടി വരില്ല. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ട്. എന്നാൽ പാകിസ്ഥാന് അക്കാര്യത്തിൽ കുറച്ച് വിയർക്കേണ്ടി വരും. നിലവിൽ US നൽകിയ F-16 യുദ്ധവിമാനങ്ങളും JF-17 യുദ്ധവിമാനവുമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതിശക്തമായ യുദ്ധവിമാനമാണ് F-16. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് അമേരിക്ക പാകിസ്ഥാന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാന് F-16 വിമാനങ്ങളുടെ സാന്നിധ്യം അവയുടെ സഹായം അതുപോലെ തന്നെ അവരുടെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന കരാർ അമേരിക്ക പാകിസ്ഥാന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് F-16 ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. യുദ്ധമുഖത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.